അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇപ്പൊ തീരുമാനിച്ചല്ല, ഞാൻ വളരെ ചെറിയ, അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള നമ്മുടെ ആ ഒരു ടീനേജ് പ്രായം ഉണ്ടല്ലോ, അപ്പോഴേ ഞാൻ തീരുമാനിച്ച. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ ഇക്വാലിറ്റി എന്റെ ഫാമിലി ലൈഫിൽ എനിക്ക് വേണ്ട, എനിക്ക് ഈ ഫ്രീഡം വേണ്ട. നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ മുന്നോട്ട് വരാൻ നിൽക്കുമ്പോൾ നിങ്ങൾ അവരെ പുറകോട്ട് തള്ളുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിറ്റി ചെയ്ത്, നിങ്ങൾ ചെയ്യുന്നതാണ് ശരി, നിങ്ങൾ ജീവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ ജീവിക്കേണ്ടത്, എന്നെ പോലെ ആരും ജീവിക്കരുത്, അതെനിക്ക് മാത്രമുള്ളതാണ്. ആൻഡ് WCCയുടെ കാര്യം പറയുമ്പോൾ സ്വാസിക പറഞ്ഞിട്ടില്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താണ് തെറ്റ്. അവർ ഓൾറെഡി അതിനകത്ത് ഡിസ്ക്ലെയിമർ വെച്ചിട്ടുണ്ടല്ലോ. അതായത് മറ്റ് സ്ത്രീകൾ ആരും ഇങ്ങനെ ജീവിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അവർക്ക് അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടമെന്ന് മാത്രമേ പറയുന്നുള്ളൂ, മറ്റുള്ളവരാരും ഇത് കണ്ട് അനുകരിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് കുപ്പിയിൽ എഴുതിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ആരും വാങ്ങിച്ച് കുടിക്കാതിരിക്കുന്നൊന്നുമില്ലല്ലോ, അതുപോലെ ഉള്ളൂ. ഇത് പറയുന്നതിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇവർ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്, അതുപോലെ തന്നെ ഇവരൊരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഇവരുടെ വ്ളോഗൊക്കെ കാണുന്നവർക്ക് മനസ്സിലാകും ഇവർ ഈ പറയുന്നത് പോലെ ഭർത്താവിന് അടിമയായിട്ടോ താഴെയായിട്ടോ ജീവിക്കുന്ന ഒരു സ്ത്രീ അല്ല എന്നും. ഇവർ പല ഇൻ്റർവ്യൂവിലും അത് വന്നിരുന്ന് പറഞ്ഞിട്ടുമുള്ളൊരു കാര്യമാണ്, ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ അടിമയാക്കി വെച്ച് ജീവിക്കുന്ന ഒരാളല്ല എന്നുള്ള കാര്യം ഇവർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവർക്ക് അനുഭവമില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് ഇവർക്കൊരു ഫാൻറ്റസി വേൾഡാണ്, അതായത് ഒരു കെട്ടുകഥ മാത്രമാണ് ഇവർക്ക്. അപ്പോൾ ഇവർ അഭിനയിച്ചിട്ടുള്ള സീരിയലിലേക്ക് ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടത് കൊണ്ടായിരിക്കും. അതും ഇൻ്റർവ്യൂസിലൂടെ ഇവർ പറഞ്ഞിട്ടുണ്ട്, സീത എന്ന് പറയുന്ന ക്യാരക്ടർ ഇവരെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു എന്നൊക്കെ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ക്യാരക്ടറൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം ഇവർ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നത്. പക്ഷേ നമ്മളൊരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അത് ഇവരുടെ ഫാമിലി മാത്രം കാണുന്ന ഒരു കാര്യമൊന്നുമല്ല, ഈ സൊസൈറ്റിയിലുള്ള പല ടൈപ്പ് ഓഫ് പേഴ്സൺസ് കാണുന്നതാണ്. അപ്പോൾ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഇത് കാണുകയാണെന്ന് വിചാരിക്കുക, അയാൾ നിരന്തരമായിട്ട് ഭാര്യയെ അടിമയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരാളിത് കാണുന്നത് എങ്ങനെയായിരിക്കും? ഓ കണ്ടോ, ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ഇത്രയും പേര് കേട്ടൊരു നടി പറയുകയാണ് അവരുടെ ഭർത്താവിൻ്റെ അടിമയായിട്ട് ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടം, അതുപോലെ ആവണമെടി എന്ന് അയാളുടെ ഭാര്യയോട് പറയില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല. പറയും, തീർച്ചയായും പറയും. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ വന്നിരുന്നിട്ട് ഒരു ഉത്തരം, അവർക്ക് വരുന്ന ചോദ്യം എന്തും ആയിക്കോട്ടെ, ആ ചോദ്യത്തിനൊരു ഉത്തരം കൊടുക്കുമ്പോൾ തീർച്ചയായും അവർ ചിന്തിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇവർ പറയുന്ന ഉത്തരം മറ്റൊരാൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അത് മറ്റൊരാൾക്ക് ദോഷം ചെയ്യപ്പെടുമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള ഉത്തരങ്ങളോ സ്റ്റേറ്റ്മെൻറ്റുകളോ പറയാതിരിക്കുക. ഈ പുരുഷാധിപത്യം നിലനിന്നിരുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകൾ ഈ അടിമയാക്കപ്പെട്ട്, ഭർത്താവിൻ്റെ അടിമയാക്കപ്പെട്ട് ജീവിതം കോഞ്ഞാട്ടയായിപ്പോയി അവരുടെ സ്വാതന്ത്ര്യവും സ്വപ്നവും ഒക്കെ നശിച്ചു പോയ ഒരുപാട് സ്ത്രീകളുണ്ട്. അതിൽ നിന്നൊക്കെ കുറേ സ്ത്രീകൾ മുന്നോട്ട് വന്ന് പടവെട്ടി തന്നെ അവർ നേടിത്തന്ന ഒരു ഈക്വാലിറ്റിയാണ് ഇന്ന് കുറച്ചെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ 100% പറയുന്നു, ഇവർ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും സമൂഹത്തിന് ഉപകാരം ചെയ്യില്ല, മറിച്ച് ഉപദ്രവം ചെയ്യപ്പെടാനുള്ള സാധ്യതയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള പേഴ്സൺസ് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായും അവർ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ സംസാരിക്കണം. കാരണം അവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് അവരെത്ര ഡിസ്ക്ലൈമർ വെച്ചു എന്ന് പറഞ്ഞാലും അവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും.